പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിലെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം എന്റെ 31-ാമത്തെ വാക്യം. ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തണുക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണം എന്ന്. ലേറിയ വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്താണ്. നമ്മൾ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത്, പൗലോസ് പറയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണം. പ്രേക്ഷകർ, പൗലോസ് എന്ന് പറയുന്ന വ്യക്തിയെ ദൈവം തെരഞ്ഞെടുത്ത് ദൈവിക ശുശ്രൂഷയ്ക്കായി ആത്മനിയോഗത്തെ നിറച്ച് അഭിഷേകം കൊടുത്ത് ദൈവിക ദർശനങ്ങൾ കൊടുത്ത് ശക്തമായി ദൈവസഭയ്ക്ക് വേണ്ടി ഈടുറ്റ ലേഖനങ്ങൾ എഴുതി നമുക്ക് നൽകുമ്പോൾ തന്റെ മിഷണറി യാത്രയിൽ താൻ നേരിട്ട പ്രതികൂല സാഹചര്യങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ കടന്നു വന്നപ്പോൾ പൗലോസ് പറയാണ്, നിങ്ങൾ എന്നോടൊപ്പം പ്രാർത്ഥനയിൽ പോരാടണം, എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടണം. പ്രൈസ്. അപ്പോൾ പൗലോസ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ ശുശ്രൂഷയിൽ ഒരു വലിയ ദൈവസാന്നിധ്യം നിറയാൻ വേണ്ടി താൻ പോരാടി പ്രാർത്ഥിച്ചു, തന്നോടുകൂടെ പോരാടി പ്രാർത്ഥിക്കണമെന്ന് റോമിലെ സഭയോട് പറയുമ്പോൾ, ഈ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, ഈ ഭൂമിയിലെ ശുശ്രൂഷ ഞാനും നിങ്ങൾ ചെയ്യുമ്പോൾ, ഞാനും നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പരസ്പരം ദൈവമക്കൾ വിശുദ്ധന്മാർ പോരാടി പ്രാർത്ഥിക്കണം. എന്നിങ്ങനെയാണ് പോരാടി പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിനും മുഴങ്കാലും മടക്കി ആത്മാവിനും സത്യത്തിലും നാം പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവപ്രവൃത്തി വെളിപ്പെടും എന്ന് പറയുന്ന സഭയ്ക്കെതിരെ വ്യാപരിക്കുന്ന പാതാള ഗോപുരങ്ങൾ, പാതാള ശക്തികൾ, പൈശാച ശക്തികൾ, ജാതീയ ശക്തികൾ, തീവ്രവാദ, ഭീകരവാദ, വർഗീയവാദികൾ, അധികാരങ്ങൾ എന്നു വേണ്ട സകലവിധ ജാതീയ പോരാട്ടങ്ങൾക്കെതിരെ ദൈവമക്കൾ ഉണർന്ന് പോരാടി പ്രാർത്ഥിക്കണം. പ്രൈസലോ. യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ യേശു രാത്രിയും പകലും ഒക്കെ തന്റെ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാന സമയങ്ങളിൽ പ്രാർത്ഥനയായിരുന്നു എന്നുള്ളതാണ്. പകൽ മുഴുവൻ യേശു ശുശ്രൂഷ ചെയ്യുമ്പോൾ തന്നെ രാത്രി മുഴുവൻ പിതാവിന്റെ സന്നിധിയിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. അധികാലത്തെ ഇരുട്ടുള്ളപ്പോൾ തന്നെ നിർജ്ജന സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചുവെന്ന് മർക്കോസിന്റെ സുവിശേഷം 1:35 വായിക്കുന്നുണ്ട്. അങ്ങനെ യേശു ഭൂമി തന്നെ ശുശ്രൂഷ ചെയ്തപ്പോൾ യേശു ശക്തമായി പ്രാർത്ഥനയിലായിരുന്നു. പൗലോസ് തന്റെ ശുശ്രൂഷ സമയത്ത് ശക്തമായി പ്രാർത്ഥിച്ചു. തന്റെ കൂടെയുള്ള വിശ്വാസികളും റോമിലെ സഭയോടും ലോകമെമ്പാടുമുള്ള സകല ജനത്തോടും പറയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പോരാടി പ്രാർത്ഥിക്കണം. ഈശ്വരോ, ഇത് തന്നെയാണ് നമുക്കും ചെയ്യുവാനുള്ളത്. നമ്മൾ സകല വിശുദ്ധന്മാരെയും പരസ്പരം ഓർത്തെത്തിക്കണം, പ്രാർത്ഥനയിൽ പോരാടി പ്രാർത്ഥിക്കണം. ക്രൈസ്തവ സമൂഹത്തിനെതിരെ സാത്താന്യ ശക്തികൾ, പാതാള ഗോപുരങ്ങൾ, അവർ തിരമാലകൾ പോലെ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതെല്ലാം തീവ്രവാദി സെക്ഷനുകളാണ്. നിരീശ്വരവാദികളും യുക്തിവാദികളും ദൈവമില്ലെന്ന് പറയുന്ന അനവധി ഹൃദയങ്ങൾ, അനവധി വ്യക്തികൾ അവർ പല തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ പ്രയോഗിച്ച് ക്രൈസ്തവ സമൂഹത്തെ ഭൂമി നിർമൂലനാശം ചെയ്യുവാൻ കാലാകാലങ്ങളായി ശ്രമിക്കുന്നു. യേശുക്രിസ്തുവിന്റെ കാലം തൊട്ട്, ഹെരോദാവിന്റെ കാലം തൊട്ട് തുടങ്ങിയ ഈ ആക്രമണത്തെ ചെറുത്തു നിൽക്കുന്നത് പ്രാർത്ഥനയാലാണ്. കാലങ്ങളായിട്ട് തീവ്രവാദികളും ഭീകരവാദികളും സുവിശേഷ വിരോധം ദൈവസഭയെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 2000 ചില്ലുവാനും പരം വർഷങ്ങളായിട്ടും ഇന്ന് ദൈവസഭ അതേ അഭിമാനത്തോടെ തല ഉയർത്തി യാതൊരു ചലനവുമില്ലാതെ ലോകമെമ്പാടും ക്രൈസ്തവ കൂട്ടം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവരുടെ വലിയ ഉണർവ് നടക്കുമ്പോൾ ഇവിടുത്തെ തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും സുവിശേഷ വിരോധികളും ദൈവമില്ലെന്ന് പറയുന്ന മൂഢന്മാർ ഒന്നടങ്കം അവരാൽ നിയോഗിക്കപ്പെട്ട പാതാള ഗോപുരങ്ങൾ, സാത്താന്റെ തന്ത്രങ്ങളിൽ വേരൂന്നിയിട്ട് ദൈവസഭയ്ക്ക് നേരെ തല ഉയർത്തുമ്പോൾ പാമ്പ് പത്തി വിടർത്തുന്ന പോലെ പഴയ പാമ്പും മഹാസർപ്പവും സാത്താനുമായിരിക്കുന്ന ഈ പൈശാച ശക്തികൾക്കെതിരെ ദൈവമക്കൾ പോരാടി പ്രാർത്ഥിക്കണം. ഇതൊക്കെ വേദപുസ്തകം കേട്ടോ. വേദപുസ്തകത്ത് ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേദപുസ്തകത്തിന്റെ വിവിധ ഭാഗങ്ങൾ വായിച്ചാൽ ഞാൻ ഈ പറഞ്ഞ വാക്കുകളെ ഉദ്ധരണികളെല്ലാം കാണാൻ കഴിയും. ദൈവസഭ എന്നും അതിശക്തിയോടെ അതിൻ്റെതായ പ്രതാപത്തിൽ നിൽക്കുന്നതാണ്.
ദൈവസഭ എന്ന് പറയുന്ന ദൈവത്തിൻ്റെതാണ്. പെന്തക്കോസ്ത് നാളിൽ ദൈവത്താൽ ആരംഭിച്ച പരിശുദ്ധാത്മാവിനാൽ കൂടി വന്ന ദൈവസഭയെ തകർക്കുവാൻ ഉലകത്തിലൊരു പാതാള ഗോപുരങ്ങൾക്കും കഴിയില്ല. ഇവിടുത്തെ ജനാധിപത്യത്തിനോ മതാധിപത്യത്തിനോ രാഷ്ട്രീയാധിപത്യത്തിനോ ഏകാധിപത്യത്തിനോ ഇവിടെ പിതൃപാരമ്പര്യ ആധിപത്യത്തിനോ ദിവ്യാധിപത്യത്തിനോ ഒന്നും ദൈവസഭയെ തകർക്കാൻ കഴിയില്ല. സോദാവി, അധികാരങ്ങളും വാഴ്ചകളും ഈ ലോകത്തിന്റെ അന്ധകാര ശക്തികൾ സ്വലോകത്തിലെ ദുർത്താത്മസേന നിങ്ങൾ ഒന്നടങ്കം എഴുന്നേറ്റ് ദൈവസഭയ്ക്കെതിരെ പോരാടിയാലും ഞങ്ങൾ പോരാടി പ്രാർത്ഥിക്കുന്നിടത്തോളം കാലം നിനക്കൊക്കെ ഒരു സഭയ്ക്കെതിരെ ഒരു ദോഷം ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾ ദൈവസഭയ്ക്കെതിരെ ശക്തമായി പോരാടി പ്രാർത്ഥിക്കുന്നവരാണ്. ഞങ്ങൾ ദൈവസഭയ്ക്കെതിരെ പോരാടി പ്രാർത്ഥിക്കും. സാത്താൻ ശക്തികൾ ഞങ്ങൾക്കെതിരെ എത്ര പോരാടിയാലും അത് ഞങ്ങളെ യേശത്തില്ല. കാരണം യേശു ഞങ്ങളോട് പറഞ്ഞു, സുവിശേഷം 10:19 നിങ്ങൾ വായിച്ചേക്കാം, പാമ്പുകളിൽ തേളുകളിൽ ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ അധികാരം ഞങ്ങൾക്ക് തന്ന അധികാരത്തിന് ഞങ്ങൾ ഇന്ന് പോരാടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്കെതിരെ തല ഉയർത്തുന്ന സകല ദുഷ്ടശക്തികളും തരിപ്പണമായി മാറും. ആരാണ് ഈ ശക്തി? സാത്താനാണ്. ദൈവസഭയെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തി സാത്താൻ. അതാണ് അല്ലെങ്കിൽ എഫേസ്യലേഖനം നമ്മൾ വായിക്കുന്നത്. എഫേസ്യലേഖനം 6-ാം അധ്യായം അതിന്റെ 10-12 വാക്യങ്ങൾ വായിച്ചാൽ എന്താണ് കർത്താവ് നമ്മൾ പറയുന്നത്? ഒടുവിൽ കർത്താവിന് വരെ അമിത ബലത്തിൽ ശക്തിപ്പെടുവിൻ. അത് ഇന്ന് പകൽ ലോകമെമ്പാടുള്ള ക്രൈസ്തവ വിശ്വാസികളുടെ പറയട്ടെ, നിങ്ങൾ കർത്താവിന്റെ ഒരു അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, നമ്മുടെ സഹോദരങ്ങളുടെ ബന്ധുമിത്രാദികളോടോ ഞങ്ങളുടെ സഭ പ്രവർത്തകരോടോ അന്യമതസ്ഥരോടോ അല്ല നമുക്ക് പോരാട്ടമുള്ളത്. നമുക്കിവിടെ പോരാട്ടമുള്ള ക്രൈസ്തവനോടോ ഹിന്ദുവിനോടോ ഇസ്ലാമിനോടോ അല്ല, ജഡരക്തങ്ങളോടല്ല നമുക്ക് പോരാട്ടമുള്ളത്. ഹല്ലേലൂയ. പിന്നെ ആരോടാണ് നമുക്ക് പോരാട്ടമുള്ള? അവരിൽ വ്യാപരിക്കുന്ന സാത്താന്യ ശക്തി, അവരോടാണ്. ആ സാത്താന് ചെയ്യാൻ നമുക്ക് പോരാട്ടം ജഡരക്തരോടല്ല. പിന്നെ എന്താണ്? വാഴ്ചകളും അധികാരങ്ങളും ഈ അന്ധകാരത്തിന്റെ ലോകത്തിലെ ദുഷ്ടാത്മസേന. ഈ പൈശാചിക ബന്ധനങ്ങളാണ് ജനത്തിന്റെ ഹൃദയങ്ങളിലേക്ക് വ്യാപരിച്ച് ജനത്തിനെയും കണ്ട് അക്രമം ഒഴിച്ചുപിടിപ്പിക്കുന്നത്. അതിനെതിരെ നിങ്ങൾ പോരാടുന്നു കേട്ടോ. അല്ല, ഒരു മനുഷ്യനും തകരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. യേശു തന്നെ പറഞ്ഞത് എന്താണ്? ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഞാൻ ഇച്ഛിച്ച് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ എന്നാണ് 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം നിങ്ങൾ വായിച്ചവരും കാണാൻ കഴിയും. എൻ്റെ 7-8 വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. അപ്പൊ ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരം ഇച്ഛിച്ച് ദീർഘക്ഷമ കാണിക്കുന്ന കർത്താവിന്റെ ശരീരം ഞങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങളും അത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. ഈ ഭൂമിയിലെ 800 കോടി ജനങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്. അവർ ജാതി ഏതായിരുന്നാലും, നിറം ഏതായിരുന്നാലും, മതം ഏതായിരുന്നാലും, ഭാഷ വർക്കം ഏതായിരുന്നാലും അവരുടെ ജീവിതത്തിന്റെ സാഹചര്യം ഒരു മനുഷ്യൻ നഷ്ടപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. സകല ജനങ്ങളും മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. സകല ജനങ്ങളും നിത്യജീവന്റെ അവകാശിയായി മാറണം. പാപമംഗലമായ ജീവിതം വിട്ട് ഈ ലോകത്തിന്റെ അതിക്രമങ്ങൾ വിട്ട് ഈ ലോകത്തിന്റെ പാപസുഖങ്ങളെ വിട്ടിട്ട് ചെടിക്കുന്ന മോഹങ്ങൾ വിട്ട് കണ്ണുകൾക്ക് ഇമ്പമാകുന്ന നിങ്ങളുടെ കണ്ണുകളെ ആകർഷിക്കുന്ന നിലയിലുള്ള പൈശാചികമായ മോഹക്കാഴ്ചകളും കൂത്തുകളിൽ നിങ്ങൾ അകപ്പെട്ട് നിങ്ങൾ നഷ്ടപ്പെട്ട് നിങ്ങളുടെ ജീവിതം ഈ ഭൂമിയിൽ അവസാനിക്കും. നിങ്ങൾ മരണപ്പെടുമ്പോൾ നിങ്ങളുടെ ആത്മാവ് നിത്യ നരകത്തിലേക്ക് പോകാതിരിക്കാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പോരാടി പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്കെതിരെ വലിയ പോരാട്ടം കടന്നു വരുമ്പോൾ പൗലോസിനെ പോലെയുള്ളവർ പറഞ്ഞത്, നിങ്ങൾ എനിക്ക് വേണ്ടി പോരാടി പ്രാർത്ഥിക്കണം. പൗലോസിന്റെ ശുശ്രൂഷയിൽ പൗലോസിനെ തകർത്ത് കളയുവാൻ ഒരു കൂട്ടം ശക്തികൾ ആ കാലഘട്ടത്തിൽ എഴുന്നേറ്റെങ്കിലും ദൈവസഭ ഒന്നിച്ച് പൗലോസിന് വേണ്ടി പോരാടി പ്രാർത്ഥിച്ചതുകൊണ്ട് ആ വിശുദ്ധനെ കണ്ട് ദൈവം തന്റെ ദൗത്യം മുഴുവൻ നിവർത്തിപ്പാൻ കാരണമായി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നമ്മൾ പോരാടി പ്രാർത്ഥിക്കണം. നിന്റെ കുടുംബത്തെ തകർക്കുവാൻ, നിന്റെ ജീവിതത്തെ തകർക്കുവാൻ, നിന്റെ നന്മകളെ തകർക്കുവാൻ, നിന്റെ പേര് ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുവാൻ, നിന്റെ നരകത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകാൻ സാത്താൻ പല കുതന്ത്രങ്ങളുമായി വരും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പോരാടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആർക്കും എതിരല്ല, നമ്മൾ ഒരു സഭയ്ക്കും എതിരല്ല, ഒരു മതത്തിനും എതിരല്ല, അവരുടെ ഒരു സിദ്ധാന്തങ്ങൾക്കും അവരൊരു ചിന്തകൾക്കും നമ്മളെതിരെ. നമ്മളതിനെ വിമർശിക്കാനോ അവരെ അനുകൂലിക്കാനോ ഒന്നും നമ്മൾ പോകുന്നില്ല. പക്ഷെ നമ്മൾ ഒറ്റ കാര്യമാണ് പറയുന്നത്. എന്താണ്? നിങ്ങൾ പരസ്പരം പോരാടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശക്തരായ പ്രാർത്ഥന പോരാളികളായി മാറി പ്രകാശിക്കണം. നിങ്ങൾ ശക്തമായ പ്രാർത്ഥന പോരാളികളായി മാറി നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രകാശിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ഒരു പ്രാർത്ഥന വഴി ഉണ്ടാക്കണം. അവർക്ക് ലോകത്ത് ഒരുപാട് വഴികളുണ്ട്. ഇപ്പം തിരുവനന്തപുരത്തേക്ക് കണ്ണടച്ച് പോകാൻ പറ്റില്ല. തിരുവനന്തപുരത്തേക്കുള്ള വഴികളുണ്ട്, വിവിധ സ്ഥലങ്ങളിൽ വഴികളുണ്ട്. ഹല്ലേലൂയ. അതുപോലെ ലോക രാജ്യങ്ങൾ എങ്ങോട്ട് പോണതിനും വഴികളുണ്ട്. വഴികളിലൂടെ അത് സമുദ്രത്തിൽ സമുദ്രപാതകളുണ്ട്. റോഡിൽ ഇഷ്ടംപോലെ റോഡ് മാർഗങ്ങളുണ്ട്.
ട്രെയിന് പോകാനുള്ള പ്രത്യേക സംവിധാനങ്ങളുണ്ട്. ആകാശത്തിൽ വിമാനത്തിൽ സജ്ജീക പാതകളുണ്ട്. എല്ലാം അതിന്റെ വഴികളിലൂടെ. അപ്പൊ എല്ലാം അതിന്റെ വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് അത് കൃത്യനിഷ്ഠയിൽ കൃത്യമായ സ്ഥലത്ത് എത്തിച്ചേരുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കൊരു വഴിയുണ്ടാകണം. പ്രാർത്ഥന വഴി നിങ്ങൾ കടന്നു പോകുന്ന മേഖലയിലെല്ലാം പ്രാർത്ഥിക്കുവാൻ വേണ്ടി നിങ്ങളുടെ സാഹചര്യങ്ങളെ സന്ദർഭങ്ങളെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. പ്രാർത്ഥന വഴി. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥന, ഹല്ലേലൂയ, നിങ്ങളുടെ പ്രാർത്ഥന വഴിയിൽ ആദ്യത്തേത് നിങ്ങൾ ദൈവത്തെ നോക്കി സ്തുതിക്കണം എന്നുള്ളതാണ്. അവന്റെ സ്നേഹത്തെ നിങ്ങൾ തിരിച്ചറിയണം. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥന വഴിയിൽ എന്തായാലും ആദ്യം നിങ്ങൾ ദൈവസ്നേഹത്തെ അറിയണം, ദൈവത്തെ സ്തുതിക്കണം. രണ്ടാം, നിങ്ങളുടെ പ്രാർത്ഥന വഴി നിങ്ങളെ തന്നെ ജഡത്തിൽ ശുദ്ധീകരിക്കണം. ഹല്ലേലൂയ. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന വഴി ശരിയാകണം. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. ഈ ലോകത്തിന് അനുരൂപരായി തീരാവുന്ന നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞ് മനസ്സുബുദ്ധി രൂപാന്തരപ്പെട്ട് ആമേൻ നിങ്ങൾ പ്രാർത്ഥന വഴിയിലേക്ക് മടങ്ങി വരണം. അതിന് ജഡത്തെ മുഴുവൻ നമ്മൾ ശുദ്ധീകരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിനെ പോലെ മൂന്നാമത്തെ, നിങ്ങൾ കർത്താവിനെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കണം. ഒന്ന്, പ്രാർത്ഥന വഴി ഉണ്ടാക്കണം. രണ്ട്, അവന്റെ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. മൂന്ന്, അവന്റെ സന്തോഷം. ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്യണം? യേശു മറ്റുള്ളവരെ സ്നേഹിച്ചതുപോലെ നമ്മൾ സ്നേഹിക്കാൻ കഴിയണം. അപ്പൊ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം. അവരെ പോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മൾ ഇത് സമർപ്പിച്ചു കൊടുക്കണം. യേശുക്രിസ്തു എന്താണ് ഭൂമിയിലായിരുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്ത് തന്റെ ശുശ്രൂഷ നിവർത്തിച്ചു. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലും ദൈവം സഭയിൽ അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും സുവിശേഷകന്മാരെയും ഇടയന്മാരെയും ഉപദേഷ്ടകന്മാരെയും നിയമിച്ചു എന്ന് എഫെസ്യർ 4:11 കാണാൻ കഴിയും. അങ്ങനെ ഈ കാലഘട്ടത്തിൽ അന്ത്യകാല ഉണർവിന് വേണ്ടി പരസ്പരം പോരാടി പ്രാർത്ഥിക്കണം. എന്നെ കേൾക്കുന്നവരുടെ ശ്രോതാവ്, എന്നെ കേൾക്കുന്ന രാഷ്ട്ര തലവന്മാരോട് ഞാൻ പറയട്ടെ, രാജ്യരാഷ്ട്ര മത നേതാക്കന്മാരോട്, ലോക രാജ്യങ്ങളോട്, വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരോട് പറയട്ടെ, സംഘടനകളോടൊക്കെ പറയട്ടെ, ദൈവസഭയെ തകർക്കാൻ നിങ്ങൾക്ക് കഴിയില്ല കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ ലോകമെമ്പാട് പോരാടി പ്രാർത്ഥിക്കുന്ന ഒരു വലിയ കൂട്ടമാണ്. എന്തിനാണ് ഞങ്ങൾ ലോകമെമ്പാട് പോരാടി പ്രാർത്ഥിക്കും? ഞങ്ങൾക്ക് അധികാരത്തിന് വേണ്ടി, കസേരയ്ക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, പേരിനും പ്രശസ്തിക്കും വേണ്ടി, പണത്തിനു വേണ്ടി, ദിവ്യാത്തിന് വലിയ കൊട്ടാരങ്ങൾ പണത്തിൽ താമസിക്കാൻ വേണ്ടി അല്ല ഞങ്ങൾ പോരാടി പ്രാർത്ഥിക്കുന്നത്. പിന്നെന്തിനാണ്? ലോക സമാധാനത്തിന് വേണ്ടി, ലോക സമാധാനത്തിന്, കുടുംബത്തിന്റെ സമാധാനത്തിന്, വ്യക്തികളുടെ ഐക്യതയ്ക്ക് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി, ക്രിസ്തു സഭയെ സ്നേഹിച്ചതോ പരസ്പരം സ്നേഹിക്കാൻ വേണ്ടി വാദപ്രതിവാദങ്ങളും വാഗ്ദാദങ്ങളും എല്ലാം മാറ്റിക്കഴിഞ്ഞ് അക്രമം മാറ്റി, കൊലപാതകങ്ങൾ മാറ്റി, എല്ലാം പിടിച്ചുപറി, മോഷണം, വ്യഭിചാര, പരസ്പര പീഡനങ്ങളെല്ലാം മാറ്റിയിട്ട് ദൈവ സ്നേഹത്തിലേക്ക് നിങ്ങൾ കടന്നു വരാൻ വേണ്ടി, നിങ്ങൾ മാനസാന്തരപ്പെടാൻ വേണ്ടിയാണ് ഞങ്ങൾ പോരാടി പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ ഇത് താൽക്കാലിക സുഖത്തിന് വേണ്ടി അല്ല ഞങ്ങൾ പോരാടി പ്രാർത്ഥിക്കുന്നത്. ജനത്തിന്റെ മാനസാന്തരത്തിന് വേണ്ടിയാ. ഞങ്ങൾ ഒരു മനുഷ്യനും നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നത്, ഒരു മനുഷ്യന്റെ ആത്മാവ് നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് ദൈവസഭ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് നിങ്ങൾ അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം തന്നു. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പാത്രത്തിൽ കാരണം ആരും നശിച്ചു പോകരുതെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എല്ലാവരും ദൈവത്തിന്റെ മക്കളാണെന്നേ. അതുകൊണ്ട് ഒരു മനുഷ്യൻ പോലും നഷ്ടപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ലോകജനത്തോട് സംസാരിക്കുക, അവരവന്റെ കുടുംബം ശരിയാകരുത്, അവന്റെ ഭാര്യ ശരിയാകത്തില്ല, മക്കള് ശരിയാകത്തില്ല, അവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടാൻ നീ നശിച്ചു പോകുള്ളൂ. തലേ കൈവച്ച് രണ്ട് കൈയും കെട്ടി പ്രാകുന്നവര് നിങ്ങൾ കണ്ടിട്ടില്ല? ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ചെയ്യുന്നവരല്ല ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. എന്തിന്? നിന്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും, നിന്റെ കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടാകുവാൻ, നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും, നിന്റെ ജീവിതം ക്രമീകരിക്കപ്പെടും, ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ നിലനിൽക്കുവാൻ വേണ്ടി, അപ്പനും മക്കൾ നിലനിൽക്കുവാൻ, നിന്റെ മദ്യപാൻ നീ വിടിവിക്കപ്പെടുവാൻ, നിന്റെ ജടികമായ ജീവിതം, വ്യഭിചാര ജീവിതം, അശുദ്ധമായ കാമ വെറിയന്മാരാൽ നിറയപ്പെട്ട ഈ ഭൂമി ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടി നിന്റെ കുടുംബ സമാധാനത്തിലേക്ക് വരാൻ, അല്ലെങ്കിൽ മദ്യത്തിനും മയക്കും ലഹരിക്കും അടിപെട്ട് കുടുംബത്തിനകത്ത് ഭൂമി അക്രമം സൃഷ്ടിക്കുന്ന സകല അല്ലെങ്കിൽ ആളുകളുടെ മാനസാന്തരത്തിന്, നരഭോജികളുടെ മാനസാന്തരത്തിനായി അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് പോരാടി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പോരാടി പ്രാർത്ഥിക്കുമ്പോൾ പോരാടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധന്മാരെ ഓർത്ത് ഞങ്ങൾ പോരാടി പ്രാർത്ഥിക്കും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ സർവ്വലോകത്തിലുള്ള സകല ജനത്തിന് വേണ്ടി പോരാടി പ്രാർത്ഥിക്കുക, അതിൻ്റെതായ പ്രത്യാഘാതങ്ങളും പ്രതികൂലങ്ങളും എനിക്കുണ്ട്. അതുകൊണ്ട് വിശുദ്ധന്മാരോട് പറയാം, നിങ്ങൾ എനിക്ക് വേണ്ടി പോരാടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, രക്തജയം. അത് പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം കേട്ടോ. ഹല്ലേലൂയ. പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കുന്നതാണ് ഏറ്റവും വലിയ ആത്മബന്ധം എന്ന് പറയുന്നത്. നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ലെങ്കിൽ
കാട് പിടിച്ച് കിടക്കുന്ന വനം പോലെയാ. കാട് കീറി കിടക്കുന്ന വനത്തെ കണ്ടിട്ടില്ലേ? സകല അശുദ്ധമായതിനകത്തൊക്കെ നിനക്ക് പ്രാർത്ഥനയില്ലെങ്കിൽ ഒരു വനം പോലെ നിന്റെ ജീവിതം. പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങളും അത് തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഒന്നാമതായി നിങ്ങൾ ഒരു പ്രാർത്ഥനയ്ക്ക് വഴി ഉണ്ടാക്കണം. രണ്ടാമതായി നിങ്ങൾ കർത്താവിനെ പോലെ അല്ലെങ്കിൽ പരസ്പരം നിങ്ങളിലേക്ക് തന്നെ നോക്കണം. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? എനിക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപയുണ്ടോ? പ്രാർത്ഥിക്കാനുള്ള അഭിഷേകമുണ്ടോ? പ്രാർത്ഥിക്കാനുള്ള വിശുദ്ധിയുണ്ടോ? പ്രാർത്ഥിക്കാനുള്ള പാതയിലൂടെയാണോ ഞാൻ നടക്കുന്നത്? എൻ്റെ ഉള്ളിൽ ദൈവമുണ്ടോ? സുവിശേഷ ദാഹമുണ്ടോ? ആത്മാദാഹമുണ്ടോ? നശിച്ചു പോകുന്ന സഹോദര വർഗത്തെക്കുറിച്ച് എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ഭാരമുണ്ടോ എന്ന് നിങ്ങളിലേക്ക് തന്നെ നോക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ ആത്മീയജീവിതത്തിന് എന്താണ് ആവശ്യമെന്ന് കർത്താവിനെ അറിയിക്കണം. നിങ്ങളുടെ ആത്മജീവിതത്തിന് എന്താണ് ആവശ്യമെന്ന് കർത്താവിനെ അറിയിക്കണം. ഇന്നത്തെ കാലഘട്ടം നമുക്കറിയത്തില്ലേ? സമൂഹത്തിലും രാഷ്ട്രീയത്തിലും മതങ്ങളിലും ഒക്കെ പ്രശ്നങ്ങൾ. കുടുംബത്തിനകത്താണ് ഏറ്റവും വലിയ പ്രശ്നം. സഹോദരന്മാർ തമ്മിൽ ചിത്രിച്ച് കലഹിച്ച് അപ്പനമ്മമാർ ഉണ്ടാക്കിയിട്ട സമ്പത്തിന് വേണ്ടി തമ്മിൽ അടിച്ച് കലഹിച്ചും രക്തം ചൊരിഞ്ഞും അത് മാതാപിതാക്കളെ തല്ലിയും അടിച്ചും വെട്ടിയും കൊന്നും അവരെ റോഡിൽ വലിച്ചെറിഞ്ഞും അവരെ വോൾട്ടേജ് ഹോമിൽ തള്ളിയും വഴിപോലത്ത് കൊണ്ട് തള്ളിയിട്ട് സമ്പത്തിന് വേണ്ടി കുടുംബത്തിനകത്ത് കലഹമുണ്ടാക്കുന്ന അനവധി സഹോദരന്മാർ പ്രശ്ന സങ്കീർണമായ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ നടുവിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. നല്ല ഒരു സമാധാനം നിന്റെ കുടുംബത്തിനകത്ത് ഉണ്ടാകാൻ വേണ്ടിയും നിങ്ങളുടെ ആവശ്യം നിങ്ങൾ കർത്താവിനെ അറിയിക്കണം. നിങ്ങളുടെ സകല പ്രശ്നങ്ങളും പോരാട്ടങ്ങളും ഹൃദയം തുറന്ന് കർത്താവിനോട് സംസാരിക്കണം. ഹല്ലേലൂയ. മനുഷ്യരോടല്ല നമ്മൾ സംസാരിക്കേണ്ടത്. മനുഷ്യരോട് നമ്മുടെ വിഷയങ്ങൾ പങ്കുവെച്ചത് കൊണ്ട് മറുപടിയില്ല. സ്വോത്രം. നമ്മുടെ വിഷയങ്ങൾക്കെല്ലാം മറുപടി തരുന്നത് ദൈവമാ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, സ്വഭാവി, നിന്റെ സകല പ്രശ്നങ്ങളും പോരാട്ടങ്ങളും ഹൃദയം തുറന്ന് കർത്താവിനോട് പറയണം. ഹൃദയത്തെ മുള്ളുപോലെ കുത്തിക്കൊണ്ടിരിക്കുന്ന ചില വേദനകളുണ്ടല്ലോ. നിന്റെ ഹൃദയത്തെ മുള്ളുപോലെ കുത്തുന്ന ചില വാക്കുകൾ, നിന്റെ ഭാര്യയുടെ, ഭർത്താവിന്റെ, അമ്മായിയുടെ, മരുമോളുടെ, നിന്റെ അയൽവാസിയുടെ, സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളുടെ ചില വാക്കുകൾ മുള്ളുപോലെ നിന്റെ ഹൃദയത്തെ കുത്തി തുളയ്ക്കുമ്പോൾ അതിന്റെ നടുവിൽ നീ പോരാടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. പോരാടി പ്രാർത്ഥിക്കും. ഈ കാലഘട്ടത്തിൽ ഭക്തന്മാരെന്നൊക്കെ പറഞ്ഞ് വെള്ളമേ വേണ്ടി രാവിലെ പള്ളിയിൽ പോകുന്നവരൊക്കെയുണ്ട്. രാവിലെ പള്ളിയിൽ പോയിട്ട് അവിടുത്തെ കുർബാനയൊക്കെ സ്വീകരിച്ച് വന്ന അവിടെ ചീത്ത വിളിക്കുന്ന ആളുകൾ കൊണ്ട് കേട്ടോ. സഭായോഗത്തിന് അങ്ങോട്ട് കൂടി ആത്മാവിൽ ആരാധിച്ച് ആ സഭായോഗം ആശീർവാദം പറയുന്നവർക്ക് അടിയുണ്ടാക്കുന്നവർ ചീത്ത വിളിക്കുന്നവരും ഉണ്ട് കേട്ടോ. അത് ക്രൈസ്തവ സമൂഹത്തിൽ ഒത്തിരി കാണാൻ കഴിയും. വേർപെട്ടപ്പെട്ടതും ക്രൈസ്തവ വിഭാഗത്തിലും അത് മറ്റുള്ള വിഭാഗത്തിലും കാണാൻ കഴിയും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, എന്താണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്? ദൈവസ്നേഹം എന്താണ്? തമ്മിൽ അടിച്ച് കലഹിച്ച് പ്രശ്നമുണ്ടാക്കി, തീവ്രവാദം ഉണ്ടാക്കി, വർഗീയത ഉണ്ടാക്കി, മതകലാപങ്ങൾ ഉണ്ടാക്കി, രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്നതാണോ ദൈവസ്നേഹം എന്ന് പറയുന്നത്? ഹല്ലേലൂയ. അതാണോ ദൈവസ്നേഹം? ദൈവസ്നേഹം എന്ന് പറയുന്നത് എല്ലാവരിലും സമത്വം, എല്ലാവരും സമാധാനം, എല്ലാവരും സന്തോഷം, എല്ലാവരും മനസ്സിലിവ്, എല്ലാവരും ചേർത്ത് പിടിച്ച് തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്ന, തമ്മിൽ പോരാടി ഒരു മധ്യസ്ഥ ചെയ്യുന്ന, തമ്മിൽ വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അല്ലെങ്കിൽ അതിനുവേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഈ ദൈവസ്നേഹം എന്ന് വെച്ചാൽ അക്രമം ഉണ്ടാക്കി മതം വളർത്താന്നാണ് ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹം അത്രമാത്രം അധംപതിച്ചു പോയെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ ഈ കാലഘട്ടത്തിൽ ദൈവസഭയെ തർക്കം സാത്താൻ അവൻ ആദ്യം മുതലേ ദൈവം ആദിയിൽ അല്ലെങ്കിൽ ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ചു. ഭൂമിക്ക് വേണ്ടുന്ന എല്ലാ വൃക്ഷലതാദികളും നല്ല ഫലവൃക്ഷങ്ങളും ഒക്കെ ഉണ്ടാക്കി എല്ലാ മൃഗങ്ങളെയൊക്കെ സൃഷ്ടിച്ച് 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യൻ ഏകനായി നല്ല ആദമിന്റെ ഭാര്യയിൽ നിന്നെടുത്ത് അവര് തക്ക തുണയായി ഹൗവയെ സൃഷ്ടിച്ച് അവർക്ക് പാർക്കുവാൻ ഏതെന്തോട്ടവും അവർക്ക് ഭക്ഷിപ്പാൻ വേണ്ടുന്ന വൃക്ഷഫലങ്ങളും ഒക്കെ കൊടുത്ത് ദൈവം അവരെ തോട്ടത്തിലാക്കി. വിലക്കപ്പെട്ട ഫലം തിന്നരുന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം തിന്നുവാൻ പ്രേരിപ്പിച്ചൊരു സാത്താനുണ്ട്, പാമ്പ് കേട്ടോ. പാമ്പ് പിശാച കേട്ടോ. ഉൽപ്പത്തി പുസ്തകങ്ങൾ വായിച്ച കാണാൻ ഞങ്ങൾ പാമ്പിനെ പിശാചായിട്ടാണ് കാണുന്നത്. അവൻ പാമ്പിന്റെ രൂപത്തിൽ വന്ന് ഹവ്വയോട് ചോദിച്ചു, ഈ തോട്ടത്തിന്റെ നൈലത്തിൽ വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട്, തിന്നുന്നാളിൽ മരിക്കുമെന്ന് യേശു യഹോവയോട് പറഞ്ഞിട്ട്. അപ്പം പാമ്പ് പറഞ്ഞില്ല, നീ മരിക്കുക, നീ തിന്നുന്നാളിന്റെ കണ്ണ് തുറക്കും, നീ ദൈവത്തെ പോലെയാകും. അങ്ങനെ ആദ്യ കുടുംബത്തിൽ കലകം സൃഷ്ടിച്ച സാത്താനൊരു പിശാച് അവൻ സകല കുടുംബത്തെയും തകർക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് മകൾ എന്നെ കേൾക്കുന്ന മാതാവി, നീ പിശാചിന് അടിയറ വെക്കരുത്. ഹല്ലേലൂയ.
നിന്റെ സകല പോരാട്ടങ്ങളും നിന്റെ സകല പ്രശ്നങ്ങളും നിന്റെ ഹൃദയത്തെ മുള്ളുപോലെ കുത്തിക്കൊണ്ടിരിക്കുന്ന വേദനകളും കർത്താവിന്റെ കാൽക്കൽ നിങ്ങൾ ഇരുന്ന് പറയണം. കർത്താവി, ഞാൻ ഇത്രയും കഷ്ടനഷ്ട വേദനയുടെ കടന്നു പോകുന്നത് എന്റെ കുടുംബത്തെ സ്വാമി പിടിപ്പിക്കണമേ. അങ്ങനെയല്ലേ നിങ്ങളുടെ ഹൃദയത്തെ കുത്തുന്ന മുള്ളുപോലെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരെ കടന്നു വരുന്നില്ലേ? അതിൽ നിനക്കൊരു മോചനം ആവശ്യമാണ്. അല്ലെ, നിങ്ങളുടെ കുടുംബത്തിലെ ഭാര്യയുടെയും മക്കളുടെയും ആവശ്യങ്ങൾ കർത്താവ് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ഭാര്യയുടെയും മക്കളെയും നിങ്ങളുടെ സഹോദരങ്ങളെയും അപ്പനമ്മമാരുടെയൊക്കെ വിഷയങ്ങളെ ആരോട് പറയണം? ദൈവത്തോട് പറയണം, യേശുവിനോട് പറയണം. അങ്ങനെ നിങ്ങൾ കർത്താവിനോട് പറയുമ്പോൾ ദൈവം നിങ്ങൾക്ക് അതിനുള്ള പരിഹാരം നൽകും. നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം, നിങ്ങളുടെ മക്കളുടെ ജോലി, അവരുടെ ആരോഗ്യം, നിങ്ങൾക്ക് വീണ്ടും നന്മകൾ, നിങ്ങൾ ഏതെല്ലാം നന്മകളാണ് ആഗ്രഹിക്കുന്നത് ദൈവ ഇഷ്ടപ്രകാരം അത് നിങ്ങൾ കർത്താവിനോട് പറയണം. യേശുവിനോട് പറഞ്ഞാൽ യേശു അത് ആരോടും പറയില്ല. മനുഷ്യരോട് പറഞ്ഞാൽ മനുഷ്യൻ ആയിരക്കണക്കിന് നോട്ടീസ് അടിക്കും. എന്റെ മറ്റൊരു രഹസ്യം കൈമാറാൻ പറ്റത്തില്ല. രഹസ്യം കൈമാറിയിട്ട് ആരോട് നീ പറയില്ലെന്ന് പറഞ്ഞാൽ അത് നീ അങ്ങോട്ട് മാറുന്ന പുറകെ മനുഷ്യൻ അവന്റെ കൂട്ടുകാരികളെല്ലാം വിളിച്ചറിയിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഫോൺ ഉള്ളത് കൊണ്ട് ഒരു വിഷയം നിങ്ങൾ ആരോട് സ്വകാര്യമായി പറഞ്ഞ് നിങ്ങൾ പോയതുകൊണ്ട് ആ ഫോൺ എടുത്ത് അങ്ങോട്ട് കറക്കി വിളിച്ച് പറയാവുന്നിടത്തെല്ലാം വിളിച്ചിട്ട് ഇന്നൊരു സംഭവം ഉണ്ട്, ഇന്നൊരു സംഭവം ഉണ്ട്, നീ അറിഞ്ഞോ? അങ്ങനെ മനുഷ്യൻ നോട്ടീസ് അടിക്കും. മനുഷ്യൻ അത്ര അതിക്രമം തെരഞ്ഞവനാ, വിശ്വസിക്കാൻ കൊള്ളാത്തവനാ. അല്ലേരിയ നിങ്ങൾ ഇനി അതിനകത്ത് എന്ത് പറഞ്ഞാലും മനുഷ്യനെ വിശ്വസിക്കരുത്, നിങ്ങൾ കർത്താവിനെ വിശ്വസിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ രഹസ്യം കൈമാറാത്ത, നിങ്ങളുടെ രഹസ്യം സൂക്ഷിച്ചു വെക്കുന്ന രഹസ്യം നീയും കർത്താവും അല്ലാതെ മറ്റാരും അറിയില്ല. അതുകൊണ്ട് നിന്റെ കുടുംബത്തിലെ സകല പ്രശ്നങ്ങളും നീ കർത്താവിനോട് പറയണം. പ്രൈസലോ അല്ലേലിയ സ്തോത്രം. എനിക്ക് ചില ശാരീരികമായ ബലഹീനതകളൊക്കെ വന്നപ്പോൾ എന്റെ സഭയിൽ ഒരു വിശ്വാസം, അത് പാസ് ഞങ്ങളുടെ വീട്ടിലെല്ലാം ഒന്ന് ചെന്ന് പറയണം. വല്ല പാസിന് പോലെ അസുഖങ്ങളൊക്കെ ഉണ്ട്, ഇതുപോലെ പ്രയാസങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം എന്ന് പറയണം. എന്നാൽ ഞങ്ങൾ വേറെ വല്ല പണി നോക്കും സഹോദരൻ പറഞ്ഞു. എന്റെ ശരീരത്തെ എന്തെങ്കിലും ബലഹീനം വന്ന് ഞാനും എന്റെ കർത്താവ് നിങ്ങളുടെ വീട്ടിൽ ചെന്ന് നിങ്ങളുടെ ഭാര്യയോടും നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ സഹോദരോടും പറയുന്നത് എന്റെ തൊഴിലല്ല, നിങ്ങളുടെ തൊഴിലല്ല. നിങ്ങൾക്ക് രോഗം ഉണ്ടായി നിങ്ങൾ രോഗം മുഴുവൻ പറഞ്ഞു തറന്ന് നിങ്ങൾ മനുഷ്യന്റെ സഹാനുഭൂതി മേടിക്കും. നിങ്ങൾ മേടിച്ചാൽ എനിക്ക് സഹാനുഭൂതി ഒന്നും വേണ്ട, എനിക്ക് സൗഖ്യം തരുന്ന ദൈവമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ചില വിഡ്ഢികളൊക്കെ ഉണ്ട് കേട്ടോ, ചില വിരുദ്ധന്മാരൊക്കെ. അല്ലേരിയ വിരുദ്ധന്മാര്, അല്ലേരിയ ക്രിസ്തു വിരുദ്ധന്മാർ എന്ന് പറഞ്ഞ അങ്ങനെയൊക്കെ ഉള്ളതാണ്. നമ്മുടെ മനുഷ്യനല്ല സഹാനുഭൂതി നമുക്ക് ആവശ്യം, ദൈവത്തിൽ നിന്നാ. അല്ലേരിയ ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിന്റെ ഹൃദയത്തെ മുഴുപോലെ കുത്തുന്ന ചില വിഷയങ്ങൾ നീ ഭാരപ്പെട്ടിരിക്കുകയാണോ? ഇന്ന് പകൽ പൗലോസ് പറഞ്ഞ പോലെ നിന്റെ വേണ്ടി വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുന്ന, നിന്നോടൊപ്പം വിശ്വസ്ത നിൽക്കുന്ന, നിന്റെ രഹസ്യങ്ങൾ കൈമാറാത്ത, നിന്റെ രഹസ്യങ്ങളെ മറ്റൊരാൾക്ക് പകർത്തി കൊടുക്കാത്ത, നിന്നോടൊപ്പം പ്രാർത്ഥനയിൽ പോരാടുന്ന സഹപ്രവർത്തകരുണ്ടെങ്കിൽ സഹവിശ്വാസം നീ അവരോട് നിന്റെ വിഷയം പങ്കുവെച്ചിട്ട് പരസ്പരം നീ പോരാടി പ്രാർത്ഥിക്കുക. സഭ പോരാടി പ്രാർത്ഥിക്കണം. സഭയ്ക്കകത്ത് കൊണ്ടുവരുന്ന പ്രാർത്ഥന വിഷയം പുറത്തറിയരുത്. ഇന്നത്തെ കാലത്ത് സഭയ്ക്കകത്ത് ഞായറാഴ്ച രാവിലെ സഭയ്ക്കകത്ത് ഉപവാസപ്രാർത്ഥന സഭയ്ക്കകത്ത് പറഞ്ഞ് പ്രാർത്ഥിച്ച വിഷയം ലോകം മുഴുവൻ അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞത്? സഭാവിശ്വാസം പുറത്തിറങ്ങി. നിങ്ങളുടെ സഭയിലെ പ്രാർത്ഥന ചെയ്താൽ ഞങ്ങൾ സഭയ്ക്കകത്ത് സഹോദരി കേട്ടല്ലോ, അവൾ പറഞ്ഞ വിഷയം കേട്ട് ഞങ്ങൾ തലയെ കൈവച്ചു പോയി, മൂക്കത്ത് കൈവച്ചു പോയി. ഇത് സഭയ്ക്കകത്ത് നടന്നു, ഇത് പുറത്ത് പറയാനല്ല. അല്ലേരിയ സഭയുടെ രഹസ്യങ്ങൾ, സഭയുടെ പ്രാർത്ഥന രഹസ്യങ്ങൾ പുറത്തു പറയുന്ന എന്നെ കേൾക്കുന്ന വിശ്വാസിയെ, നീ ചെയ്യുന്നിടത്തോളം ക്രൂരത, നീ ചെയ്യുന്ന നീചമായ ഹീനമായ പ്രവൃത്തി ദൈവം പോലും പൊറുക്കത്തില്ല കേട്ടോ. അല്ലേരിയ അതുകൊണ്ട് നിങ്ങളുടെ വിഷയങ്ങളെ മുഴുവൻ നിങ്ങൾ കർത്താവിനോട് വേണം പറയാൻ. പൗലോസ് തന്റെ വിഷയങ്ങളെ മുഴുവൻ കർത്താവിനോടാണ് പറയുന്നത്. അല്ലേരിയ യേശു തന്റെ വിഷയങ്ങൾ മുഴുവൻ പിതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് പിതാവിനെ ഏൽപ്പിച്ചത്. ആദിമ ഭക്തന്മാർ, ആദിമ സഭകളിൽ അത് തന്നെ ചെയ്തു. പഴയ നിയമ ഭക്തന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ അവരെല്ലാം ദൈവത്തിന് മുഴങ്കാല് മടക്കി തങ്ങളുടെ വിഷയങ്ങൾ യഹോവയായ ദൈവത്തോട് പറഞ്ഞപ്പോൾ യഹോവയായ ദൈവർക്ക് നേരിട്ട് ഉത്തരവരടി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രീസിന്റെ ഭൂലോകങ്ങൾക്ക് ആവശ്യമായ ആമീൻ അവർക്ക് വേണ്ടുന്ന നന്മകൾ ചൊരിയാൻ, അവർക്ക് വേണ്ട അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ, ഭൂലോകത്തിലെ ജനത്തിന് ആവശ്യമായ മാനസാന്തര വഴി അവർക്ക് ലഭ്യമാക്കാൻ വേണ്ടി നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. സകല ജനങ്ങളും മാനസാന്തരപ്പെടണം. നമുക്ക് ഇന്ത്യയിലെ സകല ഭരണാധികാരികളും മാനസാന്തരപ്പെടണം. ഇന്ത്യയിലെ രാജ്യരാഷ്ട്ര തലവന്മാർ മാനസാന്തരം. ഈ ലോകത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിലെ ലോകത്തിന്റെ ഏറ്റവും മുതിർന്ന ലോക നേതാവാണ് നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് നിങ്ങളുടെ ജീവിത അവസാനം നരകത്തില്ല. മാനസാന്തരം സകല ജനത്തിനും ആവശ്യം കേട്ടോ. അത് ഏത് മതവിഭാഗത്തിനും ആവശ്യമാണ്.
ഹല്ലേലൂയ. അപ്പൊ ഭൂലോക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ ആത്മീയ ആവശ്യങ്ങൾക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ കഴിയണം. നിങ്ങൾ ചില പാപങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ചില പാപങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. ചിലർ പറയും, ഞങ്ങൾക്കൊരു പാപമില്ല, ഞങ്ങളൊരു പാപം ചെയ്യത്തില്ല, ഞങ്ങൾ ഒരു പാപത്തിന് വീണിട്ടില്ല എന്നൊക്കെ. എന്നെ കേൾക്കുന്ന സഹോദരൻ, പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ നീയാണ് കൊടിയ പാപി. പാപമില്ലാത്ത മനുഷ്യൻ ഭൂമിയിലില്ല. നിങ്ങൾ ഓരോ ദിവസവും പാപത്തെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ചില സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ അടിമകളാക്കി മാറ്റും. ഹല്ലേലൂയ. പാപങ്ങളെ പിന്തുടർന്നുകൊണ്ട് ചില സമ്പ്രദായങ്ങൾ, ചില ആഗ്രഹങ്ങൾ, ചില മോഹങ്ങൾ, ചില ചിന്തകൾ, ചില വശീകരണങ്ങൾ നിന്നെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകും, അടിമയാക്കി മാറ്റും. ഹല്ലേലൂയ. ഞാൻ ഒരാളെ ഫോണിൽ വിളിച്ച് സംസാരിക്കണം. ആളിൽ ഫോണിൽ വിളിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യും? അദ്ദേഹം ഹല്ലേലൂയ എപ്പോഴും വെറും ക്ലേശമായ വാക്കുകളെ പറയുള്ളൂ. ഒരു സഹോദരിയാണ് കേട്ടോ. ഞാൻ പറയാം, എന്നെ വിളിക്കരുത് പറയും. ഈ കഴിഞ്ഞിടെ ഒരു സഹോദരൻ നിരന്തരമായിട്ട് എന്നെ ഫോണിൽ വിളിക്കുക കേട്ടോ. കൊല്ലത്തുള്ളതാണ്. ഭയങ്കരമായിട്ട് എന്നെ വിരൽ. ഞാൻ ആദ്യം വിളിച്ചു അദ്ദേഹത്തിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു. അത് പ്രാർത്ഥന വിഷയം. പിന്നെ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ മാറി, രീതികൾ മാറി, ഇടപാട് മാറി, സ്വഭാവം മാറി. അദ്ദേഹം ഒരു വൈകൃത സ്വഭാവമുള്ളവനായിരുന്നു. ഞാൻ അവസാനം പറഞ്ഞ, എന്റെ സഹോദരൻ, ഇത്രയും കാലം ഞങ്ങൾക്ക് ഒരു പ്രാർത്ഥിച്ചത് തന്നെ മോശമായി പോയെന്ന് എനിക്ക് തോന്നുന്നത്. എങ്കിലും നിങ്ങൾക്കൊരു മാനസാന്തരം ദൈവം തരട്ടെ. എന്നെ ഇനി മേലാൽ ഇത് പറയാൻ വിളിച്ചേക്കരുത് പറഞ്ഞു. അങ്ങനെയുള്ള കുറെ ആളുകളുണ്ട്. ആത്മീയതയുടെ വേഷം ധരിച്ചു നിൽക്കുന്ന ചില സാത്താന നിയന്ത്രിക്കപ്പെടുന്ന ചില വ്യക്തികളൊക്കെ ഉണ്ട് കേട്ടോ. മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ, നിങ്ങൾ ഭൂലോകാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളെ പിന്തുടർന്ന പാപങ്ങൾ, നിങ്ങളുടെ ചില സമ്പ്രദായങ്ങൾക്ക് നിങ്ങൾ അടിമകളായി മാറുമ്പോൾ അതിൽ നിന്ന് ജയം പ്രാപിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ചിലരുടെ മേൽ കൈവെപ്പും വൈരാഗ്യവും നിങ്ങൾക്ക് ഉണ്ടാകാൻ. ചിലരുടെ മേൽ നിങ്ങൾ കൈവെക്കും, നിങ്ങൾക്ക് വൈരാഗ്യം. കൈവെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? സഹോദരൻ മേലെ കൈവെക്കുക, സഹോദരൻ മേൽ കൈവെക്കുക, ഭാര്യയുടെ മേൽ ഭർത്താവ് കൈവെക്കുന്നു, ഭർത്താവിന്റെ മേൽ ഭാര്യയോ അപ്പന്റെ അമ്മയുടെ മക്കൾ കൈവെക്കുന്നു. അനുഗ്രഹിക്കാനല്ല, അടി കൊടുക്കാനാ. അപ്പനെ അമ്മയെ അടിക്കുന്ന മക്കൾ, അപ്പനെ അമ്മയെ അടിക്കുന്ന മരുമോളെ അടിക്കുന്ന അമ്മായിയമ്മ, അമ്മായിമ്മ അടിക്കുന്ന മരുമോൾ. അല്ലെങ്കിൽ അമ്മായിമ്മ അടിക്കുന്ന മരുമോള്. നിന്റെ കൈവെപ്പുണ്ടല്ലോ, നിന്റെ കൈക്ക് ദൈവം ക്യാൻസർ തരും കേട്ടോ. നിന്റെ കൈയുടെ അസ്ഥികൾക്ക് ദൈവം ക്യാൻസർ തരും. ഹല്ലേലൂയ. കൈവെപ്പെന്ന് പറഞ്ഞത് അടിക്കാനല്ല, കൈവെപ്പ് മറ്റുള്ളവരെ അനുഗ്രഹിക്കാനാണ്. ഹല്ലേലൂയ. ഇന്നത്തെ കുടുംബത്തിനകത്തെ കൈവെപ്പ് എന്താ? പരസ്പരം ഉപദ്രവമാണ്. പരസ്പരം കൈവെപ്പും ഉപദ്രവങ്ങളും വൈരാഗ്യങ്ങളും ഒക്കെ നിങ്ങൾ നീക്കിക്കളഞ്ഞിട്ട് നിങ്ങൾ ക്രിസ്തുവിന്റെ സ്വഭാവങ്ങളും സൽഗുണങ്ങളുള്ളവരെ മാറണം. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തുവിന്റെ സ്വഭാവം, ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് ഫിലിപ്പിലേഖനം 4 ഫിലിപ്പിയൻ 2:5 കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഫിലിപ്പിയൻ 2:5 ക്രിസ്തുവേശുള്ള ഭാവം നിങ്ങൾ ഉണ്ടായിരിക്കട്ടെ. 1 പത്രോസ് ലേഖനം 4:1 വായിച്ചാൽ ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങൾ ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. ഹല്ലേലൂയ. അപ്പം ക്രിസ്തുവേശുള്ള ഭാവം, ക്രിസ്തുവേശുള്ള സ്വഭാവങ്ങളും സൽഗുണങ്ങളും നിന്റെ ഉള്ളിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. നിങ്ങളിൽ അത് സൃഷ്ടിക്കപ്പെടണം. ഹല്ലേലൂയ. രക്തജയം. അപ്പൊ ക്രിസ്തുവിന്റെ സ്വഭാവങ്ങളും സൽഗുണങ്ങളും നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ കുടുംബ സ്വർഗമാണെന്നേ. ഹല്ലേലൂയ. പൗലോസ് ഇതൊക്കെ തന്നെ ലേഖനത്തിലൂടെ പറയുന്നത്. ഹല്ലേലൂയ. സഭയുടെ അടിസ്ഥാന മാർഗങ്ങൾ എന്താ? ശുദ്ധീകരണമാണ്. ആമേൻ. അല്ലെങ്കിൽ പൗലോസിനെയും അപ്പോസ്തലന്മാരെയും നിഷേധിക്കുന്ന ഒരു കൂട്ടം സുവിശേഷ വിരോധികളുണ്ട്. പൗലോസിനെ അംഗീകരിക്കത്തില്ല, കർത്താവായ യേശുക്രിസ്തുവിനെ അംഗീകരിക്കത്തില്ല, അപ്പോസ്തലന്മാരെ അംഗീകരിക്കത്തില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ചില മത തീവ്രവാദികളുണ്ട്. അവരെ നിങ്ങളെ വീട്ടിൽ പോലും കയറ്റരുത് കേട്ടോ. ചില തീവ്രവാദികൾ ചില പുസ്തകങ്ങളൊക്കെ അച്ചടിച്ച് അവർ സ്വന്തം ഭാഷയിലും സ്വന്തം ഇഷ്ടത്തിലും അവർ എന്തോ സിദ്ധിയിൽ കൂടി ഉണ്ടാക്കിയെടുത്തവൻ അവർ ദൈവത്തിന്റെ അവതാരമാണെന്ന് പറഞ്ഞ് വരുന്ന ചില തീവ്രവാദ ഗ്രൂപ്പുകൾ നിന്റെ ഭവനത്തിൽ വന്നാൽ അവനോട് വീട്ടിൽ കയറ്റി അവനോട് കുശലം പറയുക പോലും ചെയ്യരുത്. ഹല്ലേലൂയ. അവനോട് സംസർഗം പാടില്ല. അവൻ ഇരിക്കാൻ ഇരിപ്പിടം പോലും കൊടുക്കരുതെന്നാണ്. അല്ലെങ്കിൽ അവനെ ഒഴിവാക്കിക്കോണം. സ്തോത്രം. കാരണം അവൻ നിന്റെ കുടുംബത്തെ തകർക്കാൻ വരുന്നതാണ്. അവന്റെ കയ്യിൽ ചില പുസ്തകങ്ങളൊക്കെ കാണും. ഹല്ലേലൂയ. ആ പുസ്തകം നിന്നെ അടിമയാക്കി മാറ്റും. ഇവിടെ ചില പുസ്തകങ്ങളൊക്കെ അങ്ങനെ ഇരിപ്പുണ്ട്. പക്ഷെ എന്നെ അടിമയാക്കാൻ പറ്റത്തില്ല. ഞാൻ ക്രിസ്തുവിന്റെ അടിമ ആയതുകൊണ്ട് എന്നെ മറ്റുള്ളവർക്ക് അടിമയാക്കാൻ പറ്റത്തില്ല. ഞാൻ എന്നേക്കും എന്റെ ക്രിസ്തുവിന്റെ അടിമയായിട്ട് സമർപ്പിക്കപ്പെട്ടവനാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ സ്വഭാവങ്ങളും സൽഗുണങ്ങളും നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കണം നമ്മൾ. അതിന് പ്രാർത്ഥന ആവശ്യമാണ്. പൗലോസ് പറയുകയാണ്, എന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ, എന്റെ മിഷണറി യാത്രയിൽ എനിക്ക് ഒരുപാട് കഷ്ടനഷ്ട വേദന ദുഃഖങ്ങളൊക്കെ ഉണ്ട്. പലപ്പോഴും എന്നെ വേദനിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന, എന്റെ ജീവനെ പോലും അപകടത്തിലേക്ക്, മരണത്തിലേക്ക് നയിക്കുന്ന അനവധി പ്രശ്നങ്ങൾ എനിക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നോടൊപ്പം പോരാടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ.
എന്നെ കേൾക്കുന്ന മാതാപിതാവേ, എന്നെ കേൾക്കുന്ന സഹോദര, സഭയോട് പറയട്ടെ, നിങ്ങൾ പരസ്പരം പോരാടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഈ കാലഘട്ടം വല്ലാത്തൊരു ദുരനുഭവമാകട്ടോ. ഹല്ലേലൂയ. അപ്പൊ ഒന്നാമതെന്താണ്? നിങ്ങൾ കർത്താവിന്റെ പ്രാർത്ഥന വഴിയൊരുക്കണം. രണ്ടാമത് നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കണം. മൂന്നാമതായി മറ്റുള്ളവരിലേക്ക് നോക്കണം. നിങ്ങളിൽ നോക്കണം. നിങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസിൽ നിങ്ങളുടെ അയൽവാസികൾ, നിങ്ങളുടെ സമാരാധനകൾ, നിങ്ങളോടുകൂടെ ആരാധിക്കുന്നവർ എങ്ങനെയാണ് നിങ്ങളുടെ അരികിൽ ഇരിക്കുന്നത്, അവരുടെ സമീപനം എന്താണ്, അവരുടെ സാഹചര്യം എന്താണ്, നിങ്ങളവരുടെ ബന്ധം എന്താണ് എന്നൊക്കെ നിങ്ങൾ പരസ്പരം നോക്കണം കേട്ടോ. ചില ഓഫീസിൽ ജോലി ചെയ്യുന്നവർക്ക് സീനിയോറിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. സീനിയോറിറ്റി അംഗീകരിക്കണം. അവരുടെ മുമ്പിൽ കാമി വാലി തൊഴുതു വണങ്ങി നിൽക്കണം. പിന്നെ ജാതീയ പൂരുകളൊക്കെ ഉണ്ട്. സഭയ്ക്കകത്തായിരുന്നാലും ജോലി സ്ഥലത്തായിരുന്നാലും മുതിർന്ന അവർണ ഹല്ലേലൂയ, സനാതന നിയമം എന്നൊക്കെ പറഞ്ഞ പോലെ ആ ഒരു വർഗം അങ്ങനെയൊക്കെ ചില ആളുകളുണ്ട് കേട്ടോ. എല്ലാവർക്കും സമത്വ ഭൂമി ദൈവം തന്നിരിക്കുന്നത്. ഇവിടെ ജാതിയും മതമൊന്നുമില്ല. അതുകൊണ്ട് നിന്റെ ജോലി സ്ഥലത്തായിരുന്നാലും, അയൽവാസികളായിരുന്നാലും, സഹോദരന്റെ സമാരാധനയിലായിരുന്നാലും അവർ നിന്നോട് എങ്ങനെയാണ് സഹകരിക്കുന്നത്, നീ എങ്ങനെയാണ് അവരോട് സഹകരിക്കുന്നതെന്ന് നിങ്ങൾ മറ്റുള്ളിലേക്ക് നോക്കണം. പ്രൈസലോട് ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ കടബാധ്യതകൾ നീങ്ങുവാനും, വ്യാധികൾ സൗഖ്യമാകുവാനും, വിവാഹം കഴിയാത്തവർ വിവാഹം നടക്കുവാനും, ജോലിയില്ലാത്തവർക്ക് അതിവേഗം ജോലി ലഭിക്കുവാനും, ഇവരുടെ സകല ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളിലേക്ക് നോക്കുന്ന പോലെ മറ്റുള്ളവരിലേക്ക് നോക്കണം. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാ ആവശ്യങ്ങൾക്കും പോരാടി പ്രാർത്ഥിക്കണം. എന്താണ്? മറ്റുള്ളവരുടെ അവര് പ്രതിസന്ധികൾ മാറുവാൻ, കഷ്ടങ്ങൾ മാറുക, സങ്കടങ്ങൾ മാറുക, ദുഃഖങ്ങൾ മാറുക, നിരാശ മാറുവാൻ, അവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിലേക്ക് ഇങ്ങനെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവൻ പ്രാർത്ഥിപ്പീൻ. ഈ ഒരുവൻ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കാണുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ വാക്യം നിരവധി വാദപ്രതിവാദങ്ങൾക്ക് മുഖാന്തരമായിട്ടുള്ളതാണ്. തമ്മിൽ പാപങ്ങളെ ഏറ്റുപറയുക എന്ന് 16-ാമത്തെ വാക്യം യാക്കോബ് 5:16 പറയുമ്പോൾ ചില ക്രിസ്ത്യ സഭകൾ ചിന്തിക്കുന്ന പോലെ പട്ടക്കാരുടെ മുമ്പിൽ, പുരോഹിതന്മാരുടെ മുമ്പിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുന്ന അങ്ങനെയല്ല ഇത്. ആ ഒരു രീതിയല്ല ഇവിടെ പറയുന്നത്. പട്ടക്കാര് പുരോഹിതന്മാരുടെ മുമ്പിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അവർക്ക് പാപക്ഷമ നൽകാൻ പറ്റത്തില്ല. അവരോടല്ല പാപം ഏറ്റു പറയേണ്ടത്. നിങ്ങൾ തമ്മിൽ പാപങ്ങൾ ചെയ്തിട്ട് തമ്മിൽ നിങ്ങൾക്ക് ദൈവത്തോട് അടുക്കുവാൻ കഴിയാത്ത പാപ സ്വഭാവങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം അത് പറഞ്ഞ് ക്ഷമിച്ച് നിങ്ങൾ ദൈവത്തോട് നിരപ്പുറമാണെങ്കിൽ പട്ടക്കാരുടെ മുമ്പിൽ കുമ്പസാരിക്കല്, പാസ്റ്റർ മുമ്പിൽ വന്ന് പറയുന്നില്ല, ദൈവത്തോട് ഏറ്റു പറയണം. അപ്പം ചില പട്ടക്കാരുടെ മുമ്പിൽ കുമ്പസാരിക്കുന്ന കാര്യമേയല്ല. അതുപോലെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. 14-ാം വാക്യം പറയുന്നത് അന്ത്യകുദാശിയായി ചിലർ ചെയ്യുന്നുണ്ട്. എണ്ണ പൂശി പ്രാർത്ഥിച്ചില്ല, അന്ത്യകുദാശിയായിട്ടെന്നോ എണ്ണ പൂശിയായി പ്രാർത്ഥിക്കും. ഇതൊക്കെ സഭയ്ക്ക് ഉപദേശം വിരുദ്ധമായ ഒരുപാട് ആചാര അനുഷ്ഠാനങ്ങൾ സഭയ്ക്കകത്ത് കടന്നു വന്നതുകൊണ്ട് വിശ്വാസികൾക്ക് പോലും യഥാർത്ഥ പ്രാർത്ഥന എന്തെന്നറിയില്ല, അല്ലെങ്കിൽ യഥാർത്ഥമായി പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. പരസ്പരം ശാപവാക്കുകൾ കൊണ്ട് പലരും തങ്ങളെ തന്നെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന യഹൂദന്മാരുടെ ഇടയിൽ നടപ്പിലുണ്ടായിരുന്ന ഒരു ആചാരക്രമം മനസ്സിലാക്കാൻ പ്രയോജനമായിരിക്കും. ദീനമായി കിടക്കുന്ന ഒരുവൻ സിനഗോഗിലെ റബിമാരെ വിളിച്ചു വരുത്തി അവരുടെ മുമ്പിൽ തന്റെ പാപങ്ങൾ ഏറ്റുപറയുന്ന ഒരു ആചാരം യഹൂദരുടെ ഇടയിൽ നടപ്പായിരുന്നു. അങ്ങനെ രോഗശാന്തിക്കായി പാപം ഏറ്റുപറയുമ്പോൾ അനുവർത്തിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് യഹൂദ മതഗ്രന്ഥമായി തൽമൂദിൽ അത് സവിസ്തരം പ്രതിപാദിപ്പിച്ചിട്ടുണ്ട്. ഇക്കാര്യം അനുസ്മരിച്ചുകൊണ്ടാണ് യാക്കോബ് റബിമാർക്ക് അല്ലെങ്കിൽ സഭയിലെ എല്ലാ യൂപ്പന്മാരെയും വിളിച്ചു വരുത്തി ഈ നിർദ്ദേശം പറഞ്ഞ് അവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യരുത്. ആചാരങ്ങളല്ല, അനുഷ്ഠാനങ്ങൾ, കർമ്മങ്ങളല്ല ഇവിടെ ആവശ്യം. വിശ്വാസത്താൽ പാപങ്ങളെ ഏറ്റുപറയേണ്ടത് കർത്താവായ യേശുക്രിസ്തു. പാപത്തിന് പരിഹാരം നൽകുന്ന യേശു മാത്രമാ. പാപശുദ്ധീകരണം യേശുക്രിസ്തു മാത്രമാ. പാപത്തെ ശുദ്ധീകരിക്കാൻ ഭൂമിയിൽ എണ്ണ പൂശി പ്രാർത്ഥിച്ചുകൊണ്ട് പാപത്തിന് ശുദ്ധീകരണം വരുത്തുവാൻ മറ്റൊരാളും മുമ്പിൽ പറഞ്ഞതുകൊണ്ട് ആയില്ല. നമ്മുടെ പാപങ്ങൾ യേശുവിന്റെ ഏറ്റുപറയുമ്പോൾ തന്റെ പുത്രൻ കർത്താവുമായ യേശുവിന്റെ രക്തം സകല പാപവും പൂക്കി ശുദ്ധീകരിക്കുന്ന 1 യോഹന്നാൻ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം പറയുന്നത്. അതുകൊണ്ട് പൗലോസ് പറയാണ്, എന്റെ പ്രാർത്ഥനയോടുകൂടെ നിങ്ങളും കൂടെ എനിക്ക് വേണ്ടി പോരാടി പ്രാർത്ഥിക്കണം. എന്റെ ശുശ്രൂഷ കൃത്യമായി നടക്കുവാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. വായിച്ച വചനം എന്താണ്? ഇങ്ങനെ ഞാൻ ദൈവശത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തളക്കേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തുള്ള പ്രാർത്ഥന എന്നോടുകൂടെ എനിക്ക് പോരാടണമെന്നും ഓർപ്പിക്കുക. അതെ, പരസ്പരം പ്രാർത്ഥന പോരാടാം.
കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, നോമ്പരങ്ങൾ, ദുഃഖങ്ങളുള്ള അനവധി ആളുകളുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പോരാടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സഭയ്ക്ക് വേണ്ടി, സഭയിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി, ആമേ കുടുംബത്തിന് വേണ്ടി, അയൽവാസികൾക്ക് വേണ്ടി, ബന്ധുമിത്രാദികൾക്ക് വേണ്ടി, ലോകമെമ്പാടുള്ള സകല ജനത്തിനും വേണ്ടി, ജാതി തിരിക്കാതെ, മതം തിരിക്കാതെ, ജാതി നോക്കാതെ, മതം നോക്കാതെ നമുക്ക് സകല ജനത്തിനും വേണ്ടി പോരാടി പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവസന്നിധി മാനസാന്തരപ്പെടണം. ഒരു കുഞ്ഞു പോലും മരണം കൊണ്ട് നിത്യ നരകത്തിലേക്ക് പോകാതിരിക്കാൻ, മരണത്താൽ മനുഷ്യന്റെ ജീവൻ നിത്യ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി സകല ജനത്തിനു വേണ്ടി പോരാടി പ്രാർത്ഥിക്കാം. കുടുംബത്തിൽ ആരംഭിക്കട്ടെ, സഭയിൽ ആരംഭിക്കട്ടെ, സമൂഹത്തിൽ ആരംഭിക്കട്ടെ. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാർത്ഥന അനുഭവം ഉണ്ടാകട്ടെ. കണ്ണുകളടച്ചാട്ടെ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ ലോക രാജ്യങ്ങൾ 800 കോടി ജനം, എല്ലാ മത, സാമൂഹിക, സാംസ്കാരിക, മാധ്യമ, മീഡിയ, എല്ലാ സയൻസ് എഞ്ചിനീയർമാരടക്കം, രാജ്യരാഷ്ട്രമാർ, എല്ലാ മതനേതാക്കന്മാരെ, എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെ, ശൈശവത്തിൽ, ബാല്യത, കൗമാരി, യുവനത്തിൽ, വാർത്തയിൽ, അനുഭവത്തിൽ, അച്ഛന്റെ യാചകർ, ഓർഫന്റെ ചോട്ടൻ ജീവിത തടവറയിലായി സകല ജനത്തിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് എല്ലാ മതനേതാക്കന്മാരോട് പ്രാർത്ഥിക്കുക, എല്ലാ ദൈവമക്കളെ, ദൈവഭക്തന്മാരോട് പ്രാർത്ഥിക്കുക. പരസ്പരം തമ്മിൽ പോരാടി പ്രാർത്ഥിച്ച് സാത്താനെ ജയിപ്പാൻ, ഹല്ലേലൂയ, പഴയ പാമ്പും മഹാസർപ്പവും, ഹല്ലേലൂയ, പിശാചുമായിരിക്കും സാത്താന്റെ കയ്യിൽ ജനം വിടുവിക്കപ്പെടുവാൻ പോരാടി പ്രാർത്ഥിക്കുന്ന ആമേ പരസ്പരം പ്രാർത്ഥനയിൽ ഇട്ടിരിക്കുന്ന അനുഭവം ജനത്തിലുണ്ടാകട്ടെ. കർത്താവ് ഈ പ്രാർത്ഥനയില്ലാത്ത ജീവിതങ്ങൾക്ക് മടങ്ങി വന്ന് കർത്താവിന്റെ പ്രാർത്ഥനയുടെ അനുഭവം, പ്രാർത്ഥനയും വഴിയുണ്ടാക്കുവാൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുന്ന ഒരു തലമുറയെ, ഒരു മാനസാന്തര അന്ത്യകാലം ഉണരാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.